അസ്സലാമലൈക്കും വെൽക്കം ടു യമ്മി കിച്ചൺ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു കടല കൊണ്ടുള്ളൊരു റെസിപ്പിയാണ്. നോമ്പിനും അല്ലാത്ത സമയത്തും ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് കടല ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്, ഉപ്പിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒരു അര ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു സവാള, ഒരു മീഡിയം സൈസ് സവാള പൊടിയായിട്ട് അരിഞ്ഞത് ഇതിലിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്നവരൊന്ന് വഴറ്റിയാൽ മതിയിട്ട്, വല്ലാണ്ട് വഴന്ന് പോകണ്ട. ചെറുതായി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയതിന് ശേഷം ഞാനിതൊരു സൈഡിലേക്ക് ഇങ്ങനെ നീക്കി വെക്കുന്നുണ്ട്. അതിലേക്ക് നമുക്കിനി സോസ് ഒഴിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഹോട്ട് സോസ് എടുത്തിട്ടുള്ള 2 ടേബിൾ സ്പൂൺ ഹോട്ട് സോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സോസ് ഒഴിക്കുമ്പോൾ നമുക്കൊന്ന് തീ നന്നായി കുറച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ അടുപ്പിലായതുകൊണ്ട് പെട്ടെന്ന് കുറയില്ല തീ. അപ്പോൾ ആ സോസ് ഞാൻ സൈഡിലേക്ക്, അതിൽ കുറച്ച് ഓയിലുണ്ട്, ആ സൈഡിലേക്ക് ഈ 2 ടേബിൾ സ്പൂൺ ഹോട്ട് സോസും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റും കൂടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം അതിലേക്ക് അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഇട്ടിട്ട് നന്നായി ഒന്ന് അതിൻ്റെ ഒരു മുളക് പൊടിയുടെ ഒക്കെ ഒരു റോസ് സ്മെല്ല് പോകുന്നവരെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഈ സവാളയും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ടോ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ സവാളയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഇപ്പോൾ ഞാൻ വേവിച്ചെടുത്ത കടല, വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊന്ന് വറ്റിച്ചെടുക്കുക. വെള്ളം വറ്റിച്ചൊക്കെ എടുത്ത് വെന്ത് ഉടഞ്ഞു പോകണ്ട കേട്ടോ, ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അതിലേക്ക് ഞാനിപ്പോൾ ലെമൺ സ്ലൈസ് ചെയ്തത്, ഞാനിപ്പോൾ വലിയൊരു ഹാഫ് ലെമണിൻ്റെ സ്ലൈസാണ് എടുത്തിട്ടുള്ളത്. സ്ലൈസ് ചെയ്തെടുത്തിട്ട് ഇതിലിട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കടല ചൂടുള്ള ഇതിൽ കൂടി ഇങ്ങനെ വേവുമ്പോൾ ഈ ലെമണൊക്കെ ഒന്ന് ചെറുതായി വെന്ത് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും വരും. പിന്നെ കുറച്ച് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ലെമണൊക്കെ ഒന്ന് വെന്തിട്ട് ആ ലെമൺ കടിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് ചായേൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കേട്ടോ. നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാം. പിന്നെ നോമ്പിൻ്റെയൊക്കെ സമയത്ത് ചായയൊക്കെ കുടിക്കുമ്പോൾ അതൊരു ചായേൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.